തിയേറ്ററുകളെ ചുമപ്പിക്കാൻ നിവിൻ പോളിയുടെ സഖാവ് എത്തുകയാണ്. സിദ്ധാർത്ഥ് ശിവയുടെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനാകുന്ന സഖാവ് 100ലേറെ തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുന്നത്. മൾട്ടിപ്ലക്സുകളിൽ ഇന്നലെ തന്നെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. നിവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസാകും സഖാവ്. ടൊവിനോ തോമസിന്റെ മെക്സിക്കൻ അപാരതയ്ക്ക് പിന്നാലെയാണ് ഇടതുപക്ഷത്തെ പ്രമേയമാക്കി സഖാവ് എത്തുന്നത്. കേരളക്കരയാകെ ഇളക്കിമറിച്ച പ്രചരണങ്ങൾക്കൊടുവിലാണ് സഖാവ് തിയേറ്ററുകളിൽ എത്തിയത്. മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദറിനോട് കിടപിടിക്കാൻ സഖാവിന് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ആരാധകർ ചിന്തിക്കുന്നത്. എന്നാൽ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണം വരുന്നത് പോസിറ്റീവായി തന്നെയാണ്. വിദ്യാർത്ഥി നേതാവ് കൃഷ്ണകുമാർ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സഖാവ്. വിദ്യാർത്ഥി നേതാവായ കൃഷ്ണകുമാറിന്റെ പാർട്ടിയോടുള്ള ഉത്തരവാദിത്തങ്ങളും ജോലികളുമാണ് ചിത്രം. 2 വ്യത്യസ്ത റോളുകളിലാണ് ചിത്രത്തിൽ നിവിൻ പോളി എത്തുന്നത്. വിദ്യാർത്ഥി നേതാവായ കൃഷ്ണകുമാറും സഖാവ് കൃഷ്ണനും. സഖാവ് കൃഷ്ണന്റെ കഴിഞ്ഞുപോയ ശക്തമായ കാലത്തെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. തമിഴ് ജനപ്രിയ നടി ഐശ്വര്യ രാജേഷ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജാനകി എന്നാണ് ഐശ്വര്യ രാജേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. കഥാപാത്രത്തിന്റെ ചെറുപ്പകാലവും വാർദ്ധക്യവും ഇങ്ങനെ 2 വ്യത്യസ്ത ലുക്കിലാണ് ഐശ്വര്യ രാജേഷ് എത്തുന്നത്. ഗായത്രി സുരേഷും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന 6ാമത്തെ ചിത്രമാണ് സഖാവ്. എന്തായാലും തിയേറ്ററുകൾ ഇപ്പോൾ ചെങ്കോട്ടയായി മാറിയിരിക്കുകയാണ്. നിവിൻ പോളിയും സഹാക്കളും തിയേറ്റർ അടക്കി വാഴും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഇനി സിനിമയുടെ റിവ്യൂവിനായി കാത്തിരിക്കാം.